ഹലോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടെ പോണെന്നല്ലേ ഒരു 1-ാം തീയതി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യും, ബ്ലാ 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 എന്നൊക്കെ. ആ അയച്ചിട്ട് ഞാൻ മാനസികമായിട്ട് മുട്ടും തയ്യാറല്ല എന്ന് തന്നെ വേണമെങ്കിൽ വീണ്ടും പറയാം. ഇത് തന്നെയാണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു പുതിയൊരു കാര്യം പറയാം. നമ്മുടെ കെട്ടിയവൻ നടുവുന്തലി കുറച്ച് വീണിട്ടുണ്ടായിരുന്നു. പൊട്ടാവുന്ന വാരിയലുകളെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സ്റ്റക്ക് പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരായിരുന്നത്. അപ്പൊ ഇനി ആ കാര്യം പറയാനല്ല നമ്മൾ ഈ വീഡിയോക്ക് വന്നത്. നമ്മുടെ ഒരു എന്റെ ചാനൽ ഇടയ്ക്കെങ്കിലും ഒന്ന് കാണുന്നവർക്ക് അറിയായിരിക്കും. നമ്മളൊരു ജ്വല്ലറി ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ എടുത്ത് റിസെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇടയ്ക്കൊരു ജസ്റ്റ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ മീഷോയിൽ എനിക്കൊരു ഓർഡർ കിട്ടിയതിനെ കുറിച്ച്. ഓർഡർ കിട്ടി. അപ്പോൾ എന്റെ ഫ്രണ്ട്സും കുറച്ച് അറിയാവുന്ന ആൾക്കാർ, റിലേറ്റീവ്സ് കുറച്ച് പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മീഷോയിൽ ഒരു അക്കൗണ്ട് എടുക്കുക, എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കൂടുതലും ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചോദിക്കുന്നത്. അല്ലാത്തനും ചോദിക്കൂല എന്നുള്ളതല്ല, അവർക്കായിരിക്കും ബെറ്റർ ആയിരിക്കുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് മീഷോ. മീഷോയിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റിട്ടേൺസിന്റെ ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് ഇതുവരെ റിട്ടേൺ ഒന്നും വന്നില്ല, വരും എന്ന് ഞാൻ ഇനി പ്രതീക്ഷിക്കുന്നു. അങ്ങനെയല്ല, നമുക്ക് റിട്ടേൺസിന്റെ ഒക്കെ കുറെ റിട്ടേൺ ചെയ്യുക, യൂസ് ചെയ്ത് പ്രോഡക്റ്റ് തിരിച്ചയക്കുക, അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ടാവും. അത് എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്നാലും വീട്ടിലിരിക്കുന്നവർക്ക് ഒരു സ്വന്തമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു റീസെല് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് മീഷോയാണ്. മീഷോയിൽ നമുക്ക് എളുപ്പത്തിന് ഞാൻ പറഞ്ഞ പോലെ അക്കൗണ്ട് എടുക്കാം. അപ്പൊ ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് മീഷോയിൽ അക്കൗണ്ട് എടുക്കാം എന്നുള്ളത് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നോക്കുക, പറ്റുന്നവര് താല്പര്യമുള്ളവര് ജസ്റ്റ് ഒരു അക്കൗണ്ട് എടുക്കുക. എന്തെങ്കിലുമൊക്കെ സെല് ചെയ്യുന്നവരൊക്കെ ചെയ്യാവുന്നതാണ്. മീഷോയിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പൊ അതിനാദ്യം മീഷോ ഓപ്പൺ ചെയ്തിട്ട് മീഷോയിലെ അക്കൗണ്ട് സെക്ഷനിൽ പോകണം. അക്കൗണ്ട് സെക്ഷനിൽ ചെന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബിക്കം എ സപ്ലയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കാനായിട്ട് കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. ഫോൺ നമ്പർ നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. നമുക്ക് GST ഉണ്ടോ, GST ഇല്ലേ എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കണം. അതിൽ പാൻ കാർഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യണം. ഇമെയിൽ IDയും എല്ലാം ആഡ് ചെയ്ത് നമ്മൾ ആ ഫോം ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു OTP വരും. ആ OTP ജസ്റ്റ് എൻട്രി ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ പിക്കപ്പ് അഡ്രസ്സും ഡീറ്റെയിൽസും ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ സപ്ലയറിന്റെ ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യണം. സപ്ലയർ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോറിന്റെ നെയിം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് എൻ്റെ പേജിന്റെ നെയിമാണ്, ജസ്റ്റ് സ്റ്റോർ നെയിമായിട്ട് കൊടുത്തേക്കുന്നത്. പക്ഷെ അതിൽ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് അത് ആക്ടിവേറ്റ് ആയില്ല. അതുകൊണ്ട് നമ്മുടെ സ്റ്റോറിന്റെ നെയിമായിട്ടുള്ള നിദാൻ സ്റ്റോർ എന്ന് തന്നെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജ് റെഡി ആയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയാണ് മീഷോയിൽ ഒരു അക്കൗണ്ട് എടുക്കുക. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, സബ്സ്ക്രൈബ്. പിന്നെ ഇനി ഞാൻ പറയുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റുമെന്ന്, അതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും പറ്റുമ്പോഴൊക്കെ വന്ന് വീഡിയോസ് ഒക്കെ ഇടാൻ ശ്രമിക്കാം. പിന്നെ ഷോർട്സ് വീഡിയോസ് എങ്കിലും ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്കെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു 1300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവര് എന്നെ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് കണ്ടിട്ടാണ് അവർ ചാനൽ സബ് ചെയ്തതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്ത് കണ്ടിട്ടായാലും താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ. ഇത്രയും മാത്രമേ എനിക്ക് പറയാൻ ഇപ്പൊ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ വീഡിയോ ഇടുന്ന കാര്യമൊക്കെ ഞാൻ എന്തെങ്കിലും കണ്ടന്റൊക്കെ കിട്ടണ്ടേ. കണ്ടന്റൊക്കെ ഭയങ്കര ക്ഷാമമാണ്. അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റത്തില്ല. പിന്നെ മൂഡും ഒക്കെ അല്ല, അതുകൊണ്ട് ഇടുന്നില്ല. അപ്പോൾ ഇതിപ്പോ എല്ലാവരും ചോദിച്ചായിരുന്നു ഇങ്ങനെ മീഷോയിൽ എന്തുകൊണ്ട് വീഡിയോസ് ഇടുന്നു. സോറി, എല്ലാം പോയി കഴിഞ്ഞു. മീഷോയിൽ എങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയെന്ന്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ഒരു വീഡിയോ എടുക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പറ്റുന്നില്ല. ഇപ്പോൾ എന്തോ ഈ കാട്ടിൽ വന്നിരുന്നപ്പോഴത്തേക്ക്, കാടല്ല കേട്ടോ, ഇത് നമ്മുടെ റബ്ബറിന്റെ പുരയിടാണ്. അപ്പൊ ഇവിടെ വന്നിരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാന്ന്. അങ്ങനെയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.